അപ്പൊ റിവ്യൂ ബീറ്റ് മെയിൻലി ഇൻബൗണ്ട് ആണ് വന്നത്. അതെ. നിങ്ങൾ എപ്പോഴെങ്കിലും ഔട്ട് ബൗണ്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നോ? ഔട്ട് ബൗണ്ട് നമ്മൾ 2022 ടൈമിലായപ്പോൾ ഒരു പെയ്ഡ് പ്ലാൻ ഒക്കെ റിലീസ് ചെയ്ത് നവംബറൊക്കെ ആയപ്പോൾ തന്നെ നമ്മളൊരു സം കൈൻഡ് ഓഫ് ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആയി. പെയ്ഡ് ഒക്കെ ഏപ്രിൽ റിലീസ് ചെയ്ത് നമുക്ക് ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആക്ച്വലി ഞങ്ങളെ എക്സ്പെൻസുകളൊക്കെ കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അടിപൊളി. അങ്ങനെ അതിനിടയ്ക്ക് നിങ്ങൾ കുറെ ഫണ്ടിങ്ങിന്റെ പിന്നാലെ കുറച്ച് പോയി നോക്കി. അതൊന്നും ഈ 2021 ഒരു 2022 ആക്ച്വലി അങ്ങനെയുള്ള ഒരു ടൈമാണ്. ബേസിക്കലി എന്താ പറഞ്ഞാല് ഈ വാട്സപ്പിന്റെ API ഈ 2020 ഭയങ്കര നേഷന്റെ ആയിരുന്നു. കറക്റ്റ്. പക്ഷെ ഈ 2021 ലാസ്റ്റ് ആയപ്പോത്തിന് ഒരുപാട് പ്ലെയേഴ്സ് അതിലോട്ട് വന്നു. പല കമ്പനീസും എന്തുണ്ട് അതിൽ മില്യൺസ് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി, ഫീച്ചർ റിച്ച് പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ആക്ച്വലി അതൊരു തോട്ടായിരുന്നു. ശരിക്കും അതിന്റെ ആവശ്യമൊന്നും ശരിക്കും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ട് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നി. അങ്ങനെയാണ് നമ്മളത് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ആ രീതിയിലോട്ട് പോയത്. പക്ഷേ യു ആർ സ്റ്റിൽ ക്യാഷ് ഫ്ലോ പോസിറ്റീവ്. പക്ഷെ പുതിയ പ്ലേയേഴ്സ് വന്നപ്പോൾ യു ഫെൽറ്റ് ദാറ്റ് ഇവർ ഇത് കുറെ ഫീച്ചേഴ്സ് ഇവർ ഒറ്റയടിക്ക് ബിൽഡ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് മേ ബി എ പ്രോബ്ലം ഫോർ റിവ്യൂ. അതെ, നമ്മൾ ഭയങ്കര ഗ്രാജുവൽ ഗ്രോത്ത് ആണ്. കാരണം പ്രൊഡക്റ്റ് തന്നെ പ്രൊഡക്റ്റ് എന്നുള്ള റവന്യൂ കൊണ്ടാണ് റീഇൻവെസ്റ്റ് ചെയ്താണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. നമുക്ക് അതിന്റെ ടോപ്പിലോട്ട് അത് പെട്ടെന്ന് സ്കെയിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്താണ് അങ്ങനെയാണ് ഞങ്ങൾ ഔട്ട് ബൗണ്ടും ഒരു 2021 ഇപ്പോൾ ബിൽഡ് വിത്ത് സ്റ്റോർ ലീഡ്സിന്റെ ഒക്കെ ജിമാസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഔട്ട് ബൗണ്ട് ഒരാളെ ഹയർ ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് ഔട്ട് ബൗണ്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കി. അപ്പൊ അത് നമ്മളിപ്പോഴും ചെയ്യുന്നുണ്ട്. ഔട്ട് ബൗണ്ടും ഇൻബൗണ്ട് തന്നെയാണ് മെയിൻ ആയിട്ട് നമ്മളെ ഒരു നിങ്ങളെ മെയിൻ ചാനൽ ഇൻബൗണ്ടും ആപ്പ് സ്റ്റോർ ആണ്. പക്ഷെ സ്റ്റിൽ ഔട്ട് ബൗണ്ടും വി സ്റ്റിൽ വർക്കിംഗ്. മനസ്സിലായി. അത് നമ്മൾ വലിയ ബ്രാൻഡുകളൊക്കെ ഓൺബോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഔട്ട് ബൗണ്ട് ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഇപ്പം എസ്പെഷ്യലി ഷോപ്പിഫൈ പ്ലസ് ബ്രാൻഡുകൾ ഔട്ട് ബൗണ്ട് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്ക് ടാർഗറ്റ് ചെയ്യാം ഏത് കസ്റ്റമർ നമ്മൾ ഓൺബോർഡ് ചെയ്യണം എന്നുള്ളത്. ഇൻബൗണ്ട് ആകുമ്പോൾ ഏത് കസ്റ്റമറും വരാം, അതായത് ആവശ്യമില്ലാത്ത കച്ചറ കസ്റ്റമേഴ്സും വരാം. അവർക്കും സർവീസ് സമയം കൊടുക്കണം. അതെ, അവർക്ക് സപ്പോർട്ട് കൊടുക്കണം. ഔട്ട് ബൗണ്ട് ആകുമ്പോൾ നമുക്ക് ഒരു സെറ്റ് ഓഫ് ഇത്ര നമ്പർ ഓഫ് ഓർഡേഴ്സും കാര്യങ്ങളും ഉള്ള ബ്രാൻഡുകളെ ഫോക്കസ് ചെയ്താൽ തീർച്ചയായും. ഇപ്പം ആക്ച്വലി നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ് ഒരു 2021 നമ്മൾ ഓൺബോർഡ് ആയ കസ്റ്റമേഴ്സ് ദേ സ്റ്റിൽ യൂസിങ് ദ റിവ്യൂ ബിറ്റ്. സോ ആ ഒരു ലെവലില് അത് ഭയങ്കരമായിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് as long as the system is working and the prices are എന്താ പറയാ at industry standards, ആൾക്കാർ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യില്ല. കാരണം പുതിയൊരു സിസ്റ്റം ഡിപ്ലോയ് ചെയ്യാൻ ഈസി അല്ല. അതിപ്പോ ഏത് ചെറിയ ഫ്ലോ ആണെങ്കിൽ പോലും. ഓക്കെ. സോ നിങ്ങൾ പിന്നെ 22 നിങ്ങൾ ഫുള്ള് ഫണ്ടിങ് ഒക്കെ നോക്കി, കുറച്ച് ഫണ്ടിങ് അങ്ങനത്തെ കുറച്ച് ഡിസ്കഷൻ ഒക്കെ ആയിട്ട് പോയി. പിന്നെ ഔട്ട് ബൗണ്ട് ആണ് മെയിൻ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ടീം ഒന്ന് എക്സ്പാൻഡ് ചെയ്തു, കുറച്ചും കൂടി ഡെവലപ്പേഴ്സിന് ആഡ് ചെയ്തു, കുറച്ചും കൂടി പ്രൊഡക്ട്സ് നല്ല രീതിയിലോട്ട് ബിൽഡ് ചെയ്യാൻ നോക്കി. അപ്പോൾ അങ്ങനെ ഒരു 22 ആക്ച്വലി കുറച്ചും കൂടി പ്രൊഡക്റ്റിൽ ഒന്നും കൂടി ഒരു മെച്ചുവേർഡ് പ്രൊഡക്റ്റ് ആക്കിയിട്ട് മാറ്റി എന്നുള്ളതാണ് നമ്മൾ ചെയ്തത്. കുറെ ആദ്യം 21 നമ്മൾ ഭയങ്കരമായിട്ട് കുറെ ബഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആ ഒരു ഫിഗറിങ് ഔട്ട് സ്റ്റേറ്റിലായിരുന്നു. ഒരു 22 ആയപ്പോൾ ഒരു സ്റ്റേബിൾ പ്രൊഡക്റ്റ് ആയിട്ട് മാറി ആ രീതിയിൽ. പിന്നെ ഒരു 23 നമ്മൾ കുറച്ചും കൂടി അപ്പോൾ ഇതിന് ഈ ഷോപ്പിഫൈയിൽ കുറെ പ്ലേയേഴ്സ് വന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പല മാർക്കറ്റുകൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. അതായത് പ്ലേയേഴ്സ് ലൈക്ക് കുറെ ബിഗർ പ്ലേയേഴ്സ്, വലിയ മണിയായിട്ട് ഈവൻ റിലയൻസ് വാസ് ദർ. അതെ, അവര് വന്നു. പിന്നെ അതേപോലെ കുറെ ബ്രാൻഡുകൾ ഇപ്പം അത്യാവശ്യം ഫണ്ടിങ് ഒക്കെ എടുത്തിട്ട് നല്ല ഫണ്ടിങ് കമ്പനീസ് അപ്പൊ ആ സമയത്താണ് നമ്മളൊരു നീഷ് അവിടെ ഉണ്ട്. ബട്ട് സ്റ്റിൽ വി നീഡ് ടു ഫിഗർ ഔട്ട് സംതിങ് ഔട്ട്സൈഡ് ദിസ്. അതെ, ഇത് മാത്രം വെച്ചുകൊണ്ട് ചിലപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ബിക്കോസ് ബാക്കിയുള്ള ബ്രാൻഡുകൾ വന്നു കഴിഞ്ഞാൽ അവരെല്ലാ ഫീച്ചറും ഒരുമിച്ച് കൊടുക്കാൻ തുടങ്ങി. അതെ. അപ്പം നമ്മൾ ആക്ച്വലി നമുക്ക് ഈ ഫീച്ചർ ബിൽഡ് ചെയ്യാൻ ടൈം ഉണ്ട്, കാരണം ടൈം ലൈൻ ഉണ്ട്. അപ്പം അവരെ സംബന്ധിച്ച് അവർ ഭയങ്കരമായിട്ട് ഓൾറെഡി ഉള്ള റിസോഴ്സിനെ വെച്ചിട്ട് ഇത് ബിൽഡ് ചെയ്യാണ്. അപ്പോൾ അവരായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ ബട്ട് സ്റ്റിൽ വി ഹാവ് എ സ്പേസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പല ആളുകളും വാട്സപ്പ് CRMs പ്രൊവൈഡ് ചെയ്യുന്നവർക്ക് തന്നെ ഈ റിവ്യൂ ഫ്ലോ ഇല്ല. ഇപ്പം സ്പീഡ് കോൺലോക്ക്. അപ്പോൾ അവർ ഇത് യൂസ് ചെയ്യുന്ന സെയിം കസ്റ്റമേഴ്സിന് തന്നെ ഈ റിവ്യൂ ബിറ്റും എന്നുള്ള രീതിയിലോട്ട് യൂസ് ചെയ്യലാണ്. അവിടെ ഒരു നിഷ ഐഡന്റിഫൈ, ബൈറ്റ് സ്പീഡ് കോൺഫ്ലോ ഇങ്ങനത്തെ ആൾക്കാർ ഓൾറെഡി ആ ആപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ
ദേ വിൽ ബി എ പോസിബിൾ കസ്റ്റമർ ഫോർ റിവ്യൂബിറ്റ് ഓൾസോ. അതെ, അത് നല്ലൊരു സ്ട്രാറ്റജിയാണ്. കാരണം അവർക്ക് ആ ഫീച്ചർ ഇല്ല, അതുകൊണ്ട് ഇവർക്ക് വാട്സാപ്പ് API എന്താന്ന് അറിയാം. സോ ഇവരെന്തായാലും എടുക്കാൻ സാധ്യതയുണ്ട്. അതെ, കറക്റ്റ്. അപ്പോൾ അതിലുള്ളൊരു ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നത് എന്താ പറഞ്ഞാൽ, ഇപ്പൊ ഇവർക്ക് സെയിം നമ്പർ ദേ വാണ്ട് ടു യൂസ് വിത്ത് റിവ്യൂബിറ്റ്. സോ അത് ഞങ്ങൾ ആദ്യം ഒന്ന് ഭയങ്കരമായിട്ട് കുറെ ആളുകൾക്ക് ഡെമോ കൊടുക്കും. അപ്പം ഞങ്ങൾക്ക് ഡിഫറെന്റ് നമ്പർ രണ്ടിനും യൂസ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോകും. അങ്ങനെയാണ് ഞങ്ങൾ ഗപ്ഷപ്പ് ഓൺബോർഡ് ചെയ്തിട്ട് ഈ ഗപ്ഷപ്പിൽ ഉള്ള കസ്റ്റമേഴ്സ് സെയിം നമ്പർ റിവ്യൂബിറ്റിലും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, വൈറ്റ് സ്പീഡും ബാക്കിയുള്ളവരൊക്കെ ഗപ്ഷപ്പ് ആയിരുന്നു. അങ്ങനെ ഞങ്ങള് ഗപ്ഷപ്പിലോട്ട് ഓൺബോർഡ് ആക്കി. ഞങ്ങൾ ആദ്യം അത് കുറെ ഞങ്ങൾ സ്വിച്ച് ചെയ്തു. ടിലിയോ സ്വിച്ച് ചെയ്തു, 360 ഡയലോഗ്സ്, അങ്ങനെ കുറെ വാട്സപ്പ് ഏരിയയിൽ നമ്മൾ കുറെ BSPs ട്രൈ ഔട്ട് ചെയ്തു. അപ്പൊ അതിൽ ഗപ്ഷപ്പിലുള്ള ആളുകൾക്ക് എക്സിസ്റ്റിംഗ് നമ്പർ വെച്ചിട്ട് തന്നെ റിവ്യൂബിറ്റ് ചെയ്യും. അതായത് ടിലിയോ, ഗപ്ഷപ്പ്, 360 ഡയലോഗ് ഇവരൊക്കെയാണ് ഡയറക്റ്റ് വാട്സാപ്പ് API ഇന്റഗ്രേറ്റേഴ്സ് അല്ലെങ്കിൽ API പ്രൊവൈഡേഴ്സ്, BSPs ആയിട്ടുള്ള. അപ്പം എന്താ അവരെ ഈ അതാണ് ആക്ച്വലി ഇപ്പൊ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന നീഷ് ഗപ്ഷപ്പ്, അതല്ലെങ്കിൽ ഈ സെയിം നമ്പർ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസ്. എന്നിട്ട് ഈ പറഞ്ഞ ബാക്കിയുള്ള ഫങ്ഷണാലിറ്റീസിലേക്ക് ഈ കോൺലോഗ് പോലത്തെ അപ്ലിക്കേഷൻസ്. പക്ഷെ പക്ക റിവ്യൂ, ഈവൻ ഞങ്ങളെ ഫ്ലോക്ക് ഒരു പൊതുവെ എല്ലാവരും റിവ്യൂ കളക്ട് ചെയ്യാൻ 1% ഒക്കെ കൺവേർഷൻ. പക്ഷെ റിവ്യൂ ബിറ്റ് ഒരു 30 to 35% ആണ്. ഞങ്ങൾ അറ്റ്ലീസ്റ്റ് 20 to 30 ആ ഒരു റേഞ്ചിൽ നമുക്ക് അധികം കസ്റ്റമേഴ്സിന്. അടിപൊളിയാണ്. കാരണം ഇപ്പൊ ഇമെയിലൊക്കെ റിവ്യൂ കളക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1% ഒക്കെ കിട്ടിയാലായി. അതൊക്കെ വളരെ വിരളാണ്. പക്ഷെ വാട്സാപ്പിലായതുകൊണ്ട് ആ ഫ്ലോ എങ്ങനെ ആയിരിക്കും, അതിന്റെ കോപ്പി റൈറ്റിംഗ് എങ്ങനെയായിരിക്കും, ഇതൊക്കെ വളരെ ഡിപ്പെൻഡന്റ് ആണ്. അടിപൊളി. പിന്നെ ഞങ്ങൾക്ക് ഉണ്ടായ ഒരു ബ്രേക്ക് ത്രൂ, ഞങ്ങൾ കോമ്പറ്റീറ്റർ ആയിട്ട് കൊളാബറേറ്റീവ് ആയി. ഇപ്പൊ ജഡ്ജ്മി ആക്ച്വലി ഞങ്ങളെ കോമ്പറ്റീറ്റർ ആണ്. പക്ഷെ ജഡ്ജ്മിക്ക് വാട്സപ്പ് റിവ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. അപ്പൊ അവരായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ആരെങ്കിലും വാട്സപ്പ് റിവ്യൂ എന്നുള്ള ഇത് സപ്പോർട്ടിൽ ചോദിച്ചാൽ ദേ റെക്കമെൻഡ് അസ്.